ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പഴയ നാഗർകോവിൽ ടീം ഫ്രണ്ട്സ് എല്ലാം കൂടെ ഫാമിലിയായിട്ട് ഒത്തുകൂടാനായിട്ട് 2 ദിവസം തട്ടേക്കാട് വന്നതാണ്. അവിടെ ഞങ്ങൾ റൂം എടുത്തിരുന്നത്, കോട്ടേജ് എടുത്തിരിക്കുന്നത് ബഡ്ജീസ് കോട്ടേജ് അവിടെയാണ്. അവിടെ നമുക്ക് അകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടുവരാം. നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ ബേർഡ് സാഞ്ചുറി പക്ഷിസങ്കേതമല്ലേ, പക്ഷികളുടെ തന്നെ മുയലുണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. മുയല് പക്ഷികളെ എല്ലാം പ്രകൃതി സ്നേഹം, പ്രകൃതിയോടായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു നല്ല സ്ഥലമാണിത്. പിന്നെ എൻ്റെ പ്രാവ് കൂട്ടിക്കിടപ്പുണ്ട്. ഇത് പ്രാവും കൂട്ടിനകത്ത് പ്രാവുണ്ട്. അങ്ങനെ അങ്ങോട്ട് കയറി വന്നാൽ കളിക്കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. പിന്നെ എൻ്റെ മരങ്ങളും ചെടികളും ഒക്കെ ആവശ്യം പോലെ ഉണ്ട് ഇവിടെ. നല്ല നല്ല സുഖമാണ് ഇവിടെ ഇങ്ങനെ നടക്കാൻ. എൻ്റെ പാത്താറാവുകൾ ആവശ്യം പോലെ ഉണ്ട് ഇവിടെ. കോഴിയുണ്ട്, കരിങ്കോഴിയുണ്ട്, അല്ലാത്ത കോഴികളുണ്ട്. താറാവിന് വേണ്ടിയിട്ട്, പാത്തത്താറാവിന് വേണ്ടിയിട്ടൊക്കെ ഒരു സ്വിമ്മിംഗ് പൂള് ഉണ്ട്. അവരുടെ സ്വിമ്മിംഗ് പൂളാണെന്ന് തോന്നുന്നത്. കരിങ്കോഴിയുണ്ട്, കരിങ്കോഴി, പാത്തത്താറാവ്, അവർക്ക് പ്രത്യേക സ്വിമ്മിംഗ് പൂള്. ഇത് മനുഷ്യർക്കുള്ള സ്വിമ്മിംഗ് പൂള്. ഞാൻ കുരങ്ങനെ കണ്ട്, ഇപ്പം കാണുന്നില്ല. അല്ല, അവിടെ നല്ല സാധനം നിൽപ്പാണ്, ടർക്കിക്കോഴി. ആനയില്ലേലും ആനയുണ്ടല്ലേ, കുട്ടിയാന ഇറങ്ങുന്നുണ്ട്. നിറം വേറെയാന്നുള്ളതേ ഉള്ളൂ. അന്നല്ല, 2 കുട്ടിയാന, നിറം വേറെയാന്നുള്ളതേ ഉള്ളൂ. രാവിലെ കണ്ട ഒരാൾ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഉണ്ട്. ഞാനിത് കണ്ടോ, അതിൻ്റെ ശബ്ദം ബും ബും. പിന്നെ എൻ്റെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാർക്കും അതിനകത്ത് കുറച്ച് സംഭവങ്ങളും ഒക്കെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ എല്ലാം ചെടികൾ ആവശ്യം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളെടുത്തേക്കുന്ന കോട്ടേജ്. 2 വീതം, അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ കയറി വരുന്ന വഴിയിൽ. പിന്നെ നമുക്ക് ഇങ്ങനെ കയറി ഉള്ളിലേക്ക് പോയാൽ 2 സൈഡിൽ ഇതുപോലെ കോട്ടേജുകളുണ്ട്. ഇവിടെ അവരുടെ തന്നെ റെസ്റ്റോറൻ്റ്, ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. വെളിയിലെങ്ങനെ പോകണ്ട. വെജും നോൺ വെജും എല്ലാം ഫുഡ് ഇവിടുന്ന് കിട്ടും. സൈക്കിൾ ഇപ്പോൾ നമുക്ക് ഒന്ന് പുറത്ത് പോകേണ്ടവർക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് സൈക്ലിംഗ് ഒക്കെ നടത്താം. ഇവിടെ ചുറ്റും സൈക്ലിംഗ് ഒക്കെ പാന് ഇവിടെ തന്നെ സൈക്കിൾ എടുത്തുകൊണ്ട് നമുക്ക് പോകാം. പിന്നെ എൻ്റെ ഇവിടെ ലവ് ബേർഡ്സിൻ്റെ കുറേ ലവ് ബേർഡ്സ് ഉണ്ട് ഇവിടെ പലയിടത്തായിട്ട്. നല്ലൊരു സ്ഥലം ഇത്. എല്ലാം ലവ് ബേർഡ്സിൻ്റെ കൂടുകളാണ്. പിള്ളേർക്ക് കാണാനുള്ള ഊഞ്ഞാല്. ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. അതിനകത്തുമൊക്കെ ആവശ്യം പോലെ സ്പേസ് ഉണ്ട്. നല്ല ഫ്രണ്ട്ലിയാണ് അവരെല്ലാം തന്നെ. ഇതാണ് എൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം. ഇവിടെ അവരുടെ കിച്ചണും ഉണ്ട് ഇങ്ങനെ സൈഡ്. നമുക്ക് ബുഫേ മീൽസ് ഉണ്ട്, ബുഫേ ഫുഡുണ്ട്.
ഇത് വേണ്ട അവരുടെ വില്ലാസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. അതിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി പാർക്കിംഗ് സ്പേസും ഒക്കെ ആയിട്ടുള്ളതാണ് ഇവിടെ. ഇത്തിരി ചെടികൾ, ഒരുപാട് നല്ല ചെടികളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇതിവിടെയുണ്ട് ഒരു ലവ് ബേഴ്സിൻ്റെ പക്ഷിസങ്കേതം. പക്ഷികളെ കണ്ട് ഇവിടെ വന്നാൽ മതി. ഇവിടെ ഇത് മീൻ വളർത്തുന്ന സ്ഥലമാണ്. ഇവിടെ മീൻ വളർത്തുന്നുണ്ട് അവർ. ഇടയ്ക്കിടയ്ക്ക് ചാടുന്നത് കാണാം. പിന്നെ നമുക്കിനി ഇവിടെ വേറൊരു വലിയ പ്രത്യേകതയുള്ള സ്ഥലം കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലൊക്കെ വന്നാലും പരിപാടിയൊക്കെ നടത്തണം, പിള്ളേരെയൊക്കെ ഉണ്ടൊക്കെ വരുമ്പം രാത്രിയിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ, പാട്ടോ ഡാൻസോ ഒക്കെ എൻജോയ് ചെയ്യാൻ രണ്ടോട്ട് നല്ല സ്റ്റേജും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് നമ്മളിങ്ങനെ മേളിലേക്ക് കയറുമ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. എന്താണ് നമുക്ക് നോക്കാമേ. തെറ്റില്ല, ഇഷ്ടംപോലെ നല്ല നല്ല ചെടികളുണ്ട് ഇവിടെ. ശരിക്കും പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ചേർക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. ഇവിടെ എന്താ മൺകുടിൽ, മഡല്ല മൺകുടിൽ. മഡെന്ന് പറഞ്ഞാൽ മണ്ണെന്ന് പറഞ്ഞാൽ ഒരുപോലെ. മലയാളത്തിലാകുമ്പോൾ മണ്ണാവും, ഇംഗ്ലീഷിലാകുമ്പോൾ മഡാവും. അത് നമുക്ക് നമ്മളത് എടുത്തിട്ടില്ല, തുറന്ന് കാണാനൊക്കെ തെളിയാലും പുറമേ നിന്നും എല്ലാം കാണാം നമുക്ക്. ഇത് വേണമെന്നവർക്ക് ഇവിടെയും വന്ന് താമസിക്കാം. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുമ്പം ഇതിൽ ഏത് വേണമെന്ന് പറഞ്ഞാൽ അനുസരിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടെ വന്ന് താമസിച്ചു. ഇതാണ് നമ്മുടെ മൺകുടിൽ. അതിന് ചുറ്റും എൻ്റെ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കുഞ്ഞ് ഒരു ഇതാണിത്. മറ്റേ കോട്ടേജ് കൊടുത്തേക്കുന്നത് 2 വീതമാണ് ഒരു സെറ്റായിട്ട് ഒരു ഇതായിട്ട് വരുന്നത്. ഇത് സിംഗിളായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലത്തെ മൺകുടിലുകൾ ഇവിടെ വേറെ ഉണ്ട്. ഇതെല്ലാം മൺകുടിലുകളാണ് ഈ കാണുന്നത്. എന്തോ അതിന് പേരെന്നറിയില്ല, ഏറുമാടോ എന്തോ അതിന് പേരെന്നറിയത്തില്ല. നല്ല ലൈറ്റും ഒക്കെ ഉള്ള നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കയറുന്നതിനും പ്രശ്നമില്ല. ഏറുമാടം എന്ന് പറയുന്നത് ഇത് എൻ്റെ ഏറുമാടമല്ല, എന്താണ് ഒരു പേര്. അതുപോലൊരു സംഭവം താഴെ അത്യാവശ്യം കുറച്ച് പേർന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ടതിനാണ്. ഇതും അതുപോലൊരു ഇത് മഡ് കോട്ടേജ് തന്നെയാണ്. പീസല്ല മഡ് കോട്ടേജ് തന്നെയാണെന്നാണ് കണ്ടിട്ട് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ എല്ലാം മഡ് കോട്ടേജാണ്. ബാക്കി അതെല്ലാം ഇത് പെയിൻറ് ചെയ്തിട്ട് ആ രീതിയിലാക്കിയിട്ടേക്കുന്നതൊക്കെ ഇതിൻ്റെ മോഡലിലാക്കിയിട്ടേക്കുന്നതാണ്. ഇങ്ങനെ ക്യാമ്പ് ഫെയർ നടത്താറുണ്ട്, അതിനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ഇതിൻ്റെ മേളിൽ ചെന്ന് താമസിക്കാനുള്ള സൗകര്യം, ഇതിൻ്റെ മേളിലേക്ക് ചെന്ന് താമസിക്കാനുള്ള സൗകര്യമായിരിക്കാം. ഏറുമാടെന്ന് പറയാനൊക്കത്തില്ല, എന്താ പേര് പറയുന്നത് അറിയത്തുമില്ല. അവിടെ ഇതുണ്ട്, ക്യാരം ബോർഡൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ കളിക്കാനൊക്കെ ഉള്ളവർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് കളിക്കാനൊക്കെ ഇവിടെ താഴെ ഉള്ള സൗകര്യങ്ങളുണ്ട്. നല്ലൊരു സ്ഥലമാണ്. അവിടെ ഒരു ഊഞ്ഞാലുണ്ടല്ലോ, അതെല്ലാം അവിടെ ഉണ്ട്. ഞാൻ താമസക്കാരുണ്ടോ? ഇതൊരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. കോട്ടേജ് ഒന്നും അല്ല, ഇതൊരു ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയാണിത്. മീറ്റിംഗ് വിടാനും അത്യാവശ്യം ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ, 10-12 പേർക്കുള്ള മീറ്റിംഗ് വിടാനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മുമ്പേ കണ്ട വില്ലയ്ക്കകത്തേക്ക് കയറാൻ, വില്ലയുടെ മേൽവശത്ത് ഫസ്റ്റ് ഫ്ലോറായിട്ട് അവിടെയും താമസിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറി ഇറങ്ങി നടക്കാൻ സ്റ്റെപ്പും, കല്ല് തന്നെ വെട്ടിയുണ്ടാക്കിയ സ്റ്റെപ്പ്. അവിടെ ഉണ്ടൊരു കൊച്ചു ഊഞ്ഞാലും ചെറിയൊരു ഗാർഡനും ഇച്ചിരി സ്പേസും ഒക്കെ. അവിടെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് ഇരിക്കുമോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബഡ്ജീസ് കോട്ടേജിലെ കാഴ്ചകൾ.
താല്പര്യമുള്ള വലിയ റേറ്റ് ഒന്നുമില്ല. അവർക്കിവിടെ പറഞ്ഞു കേട്ട അനുസരിച്ച് 3 നേരത്തെ ഫുഡും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ റേറ്റ് പറഞ്ഞേക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. റേറ്റ് പറയുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ബ്രേക്ക്ഫാസ്റ്റും 5 ഡിന്നറും കൂടെ ചേർത്ത് അങ്ങനെയാണ്. നമ്മൾ എടുത്തേക്കുന്ന കോട്ടേജിനകത്ത് മുറി ഒന്ന് കാണാം, കോട്ടേജ് ഒന്ന് കാണാം. അതിൻ്റെ ഓരോ കോട്ടേജിനും ഓരോ പക്ഷികളുടെ പടവും അതിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം. ഒരു കസേര, ഒരു ഷെൽഫ്, നമ്മൾ സാധനം എല്ലാം കൊണ്ട് ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു നല്ല ബാത്റൂം ഇതിനകത്തുണ്ട്. സാമാന്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് രാവിലെ ചായ പോലെ ഇട്ട് കുടിക്കണമെങ്കിൽ അവരതിനുള്ള വെള്ളവും കെറ്റിലും കപ്പും തേയിലയും കാപ്പടിയും എല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നെറ്റ് നോക്കിയാൽ കിട്ടും. നെറ്റിൽ നോക്കി ആണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിരുന്നത്. ഇതാണ് നമ്മുടെ തിരിച്ച് താഴെ റോഡിലേക്കുള്ള കാഴ്ചയാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാ. ആ വരവ് കണ്ടോ? പീലി വിരിക്കാതെ നിൽക്കുന്ന അല്ല ചിറക് വിരിക്കാതെ നിൽക്കുന്ന അതാ വിരിക്കും. മയിലിൻ്റെ മാതിരി ചിറക് വിരിക്കാതെ നിൽക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി തണ്ടത്. അത് ഇന്ന് കൊടുത്ത് തന്നെ അത് ചിറക് വിരിച്ചപ്പോൾ കാണാൻ വേറൊരു ഭംഗി. അല്ലല്ല, ഇതിപ്പം ഈ നിൽക്കുന്ന ഇപ്പം ചിറക് വിരിച്ചതാ. ഇപ്പം ഈ നിൽക്കുന്നത് അത് കാണുമായിരിക്കും. ഇതിപ്പോൾ 2 എണ്ണം ചിറക് വിരിക്കാതെ നിൽപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം ചിറക് വിരിക്കാതെ നിന്നിപ്പോൾ വിരിച്ചതാ. അപ്പം നമുക്ക് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. തട്ടേക്കാട് വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് റൂം എടുക്കാം, കാഴ്ചകൾ കാണാം. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ പക്ഷിസങ്കേതമൊക്കെ. ബോട്ടിംഗ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ബഡ്ജീസ് കോട്ടേജിനുള്ളിലെ കാഴ്ചകൾ. ഇനിയും നമുക്ക് ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. 2 ദിവസത്തെ പരിപാടിയുണ്ടല്ലോ. അപ്പം നമുക്ക് കാണുന്ന കാഴ്ചകളെല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ടോ 2 വീഡിയോ ആയിട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ റൂം എടുക്കുക. തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ സംഭവങ്ങളും, ബോട്ടിങ്ങും എല്ലാം തൊട്ടടുത്ത് തന്നെയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലമാണ്, പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ഇവിടെ വരുന്നവരിവിടെ താമസിക്കാൻ ശ്രമിക്കുക. നെറ്റിൽ നോക്കിയാൽ ബാക്കി വിവരങ്ങളെല്ലാം കിട്ടും. അപ്പം നമുക്കിനിയും ഇവിടുത്തെ ബാക്കി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.